പ്രസിഡന്റ് ട്രംപിന്റെ ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ബിഷ്ണോയ് ഗാങ്ങിനെ തീവ്രവാദ സംഘടനയായി പട്ടികപ്പെടുത്തി കാനഡ. ക്രിമിനൽ കോഡ് പ്രകാരമാണ് ഇപ്രകാരമുള്ള വർഗീകരണമെന്ന് കാനഡയിലെ പൊതുസുരക്ഷാ മന്ത്രി ഗാരി ആനന്ദ സംഗരി പറഞ്ഞു. വഖഫ് ബിൽ 2025-നെതിരെ ഒക്ടോബർ 3-ന് രാജ്യവ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. രാവിലെ 8 മുതൽ 2 വരെയാണ് ബന്ദ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1040 രൂപ വർദ്ധിച്ച പവന് 86,760 രൂപയായി. കണ്ണൂർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ ഒക്ടോബർ 2-ന് വൈകിട്ട് 4-ന് മുഴപ്പിലങ്ങാട് കടവിന് സമീപം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തോടെ 2025-ലെ ICC വനിതാ ഏകദിന ലോകകപ്പ് ഇന്ന് ആരംഭിക്കും. ഗുവാഹത്തിയിലെ ബർസപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം.